ബംഗളൂരുവിലെ വയ്യാളിക്കാവലിൽ പ്രതിഷേധ റീൽ ചിത്രീകരണത്തിനായി അച്ഛനെ കൊറിയർ ചെയ്തു മകൾ. കൊറിയർ കമ്പനിയിലേക്ക് ഭാരമുള്ള ചാക്കുകെട്ടുമായി കുടുംബം എത്തുകയായിരുന്നു. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് അച്ഛനെ ചാക്കിലാക്കിയത് കണ്ടത്. ഉഗാദി റംസാൻ ഉത്സവകാലമായതോടെ ബസ് ടിക്കറ്റുകൾ ലഭ്യമല്ലാത്തതിനാൽ പ്രതിഷേധിച്ച് റീൽ ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചു. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, നമ്മൾ ഈ കാണുന്ന ദൃശ്യം കൊറിയറിലുള്ള അച്ഛന്റെ ദൃശ്യങ്ങളാണോ നമ്മൾ കാണുന്നത്? ഒരു വല്ലാത്ത പ്രതിഷേധമായി പോയി. എന്താണ് സംഭവം? തീർച്ചയായിട്ടും ഇന്നലെ വൈകിട്ടാണ് ഈ മല്ലേശ്വരത്തിന് സമീപമുള്ള വയ്യാളികാവലിൽ ഈ സംഭവം നടക്കുന്നത്. കൊറിയർ സ്ഥാപനത്തിലേക്ക് ഒരു മകളും അതുപോലെ തന്നെ കുടുംബവും ഒരു വലിയ ഭാരമുള്ള ചാക്കും കൊണ്ടുവരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും കൊറിയർ കമ്പനിക്കാർ ഇതെന്താണ്, ഇതിൽ ഐറ്റം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവരത് പറയാൻ തയ്യാറായില്ല. തുടർന്നാണ് കൊറിയർ കമ്പനിയിലെ ജീവനക്കാരൻ ഇത് തുറന്ന് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നത് ആണ് കണ്ടത്. ഏതായാലും ഇത് തന്റെ അച്ഛനാണ് എന്ന് കൊണ്ടുവന്ന യുവതി പറയുകയും ചെയ്തു. ഇതിനെ ഒരു പ്രതിഷേധമായിട്ടാണ് തങ്ങൾ ഈ കൊറിയർ ഇങ്ങനെ കൊണ്ടുവന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കർണാടകയിൽ ഉഗാദിയാണ് നാളെ. കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ്. അതായത് നമുക്ക് വിഷു ഒക്കെ ഉള്ളപ്പോഴുള്ള ഒരു ഉത്സവമാണ് ഉഗാദി. ഏതായാലും ഈ ഉഗാദിയുമായി ബന്ധപ്പെട്ട് ബസ് ടിക്കറ്റുകൾ കിട്ടാനില്ല, വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ റംസാൻ സീസണുമാണ്, ടിക്കറ്റുകൾ കിട്ടാനില്ല. ഇതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇങ്ങനെ നടത്തിയത് എന്നാണ് ഈ യുവതി പറഞ്ഞത്. വൈകാതെ തന്നെ കൊറിയർ കമ്പനി ജീവനക്കാർ പോലീസിൽ വിവരമറിയിക്കും. പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഏതായാലും ഇവർ മാപ്പ് പറഞ്ഞ്, അതായത് അച്ഛനും പരാതിയില്ല, ഇവർ മാപ്പ് പറയുകയും കൂടി ചെയ്തതോടുകൂടിയാണ് വിഷയം അവസാനിപ്പിച്ചത്. നിലവിൽ ഇവർക്കെതിരെ കേസൊന്നും എടുത്തിട്ടില്ല. ഇവരെ പോലീസ് ഇവരെ വാൺ ചെയ്ത് വിടുകയാണ് നിലവിൽ ചെയ്തത്. ഏതായാലും അല്പം കടന്ന കൈയായി പോയി, പ്രതിഷേധത്തിനാണെങ്കിൽ പോലും അല്പം കടന്ന കൈയായി പോയി ഇവർ ചെയ്തത്. ഏതായാലും അച്ഛന് പരാതിയില്ലാത്തതുകൊണ്ട് അവർക്കെതിരെ കേസ് എടുത്തില്ല. മറ്റേ പക്ഷം ഈ ചാക്കിനുള്ളിൽപ്പെട്ട് അദ്ദേഹത്തിന് ശ്വാസം കിട്ടാതെ ഏതെങ്കിലും തരത്തിൽ ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് രക്ഷയായി. തീർച്ചയായിട്ടും കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകുന്നത്. നമ്മളതിന്റെ CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊറിയർ ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൊറിയർ, ഒരിക്കൽ കൂടി ദൃശ്യങ്ങൾ കാണാം. കൊറിയർ കൊണ്ടുവരികയാണ്. സ്വാഭാവികമായിട്ടും കൊറിയർ, ഇത്രയും വലിയൊരു കൊറിയർ കാണുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്നു. അതിന് മറുപടി നൽകാത്ത പക്ഷമാണ് അത് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആ ചാക്കുകെട്ട് അത് തുറക്കുമ്പോൾ അതിൽ നിന്നും ഒരു മനുഷ്യൻ പുറത്തേക്ക് വരികയാണ്. അത് അച്ഛനാണ്, തൻ്റെ അച്ഛനാണെന്ന് അവിടെയുള്ള എത്തിയിട്ടുള്ള പെൺകുട്ടി സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാലും പിന്നാലെ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. കുടുംബം മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇവരെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ബസ് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അതിലുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിഷേധ റീലാണ് എന്നാണ്. സ്വാഭാവികമായിട്ടും ബസ് ടിക്കറ്റ് കിട്ടാനില്ല. അങ്ങനെയാണെങ്കിൽ കൊറിയർ ഏരിയയിലാണ് പിന്നെ എങ്ങനെ ഒരു മനുഷ്യന് സഞ്ചരിക്കാനാകും എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള റീൽ, അതായിരിക്കണം അവർ അടിസ്ഥാനമായി ഉദ്ദേശിച്ചത്. പക്ഷേ സംഭവം വലിയ ഒരു കടന്ന കൈയായി പോവുക തന്നെ ചെയ്തു. പോലീസ് കേസെടുത്തിട്ടില്ല, അച്ഛന് പ്രശ്നമില്ല എന്ന് പറഞ്ഞതുകൊണ്ട്.